ഓർമ്മയുണ്ടോ? ആ ക്ലിപ്പ് കിട്ടിയായിരുന്നോ? കുറച്ചു ദിവസമായി സോഷ്യൽ മീഡിയയിൽ കാണുന്ന ചോദ്യങ്ങളാണിത്. ആളുകൾ മൊത്തം ലിംഗാന്വേഷണത്തിലാണ്. സംഭവം എന്താണെന്നല്ലേ? ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റിൽ ദിവ്യപ്രഭയുടെ ഒരു ന്യൂഡ് സീൻ ഉണ്ട്. അതാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും തിരഞ്ഞു നടക്കുന്നത്. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഒന്നു മാത്രം: മലയാളികളുടെ ലൈംഗിക ദാരിദ്ര്യം. നമസ്കാരം. ഓൾ വി ഇമാജിൻ എ സ്ലൈറ്റ് ഇതൊരു ഇന്ത്യൻ മൂവിയാണ്. ഇത് എഴുതിയതും ഡയറക്റ്റ് ചെയ്തതും പായൽ കബാഡിയാണ്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് മലയാളിയായിട്ടുള്ള കനി കുസൃതിയും ദിവ്യപ്രഭയും ഒക്കെ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമ ഇന്ത്യക്കാരെ വളരെയധികം അഭിമാനത്തോടു കൂടി നോക്കിക്കാണേണ്ട ഒരു സിനിമയായിരുന്നു. അംഗീകരിക്കേണ്ട, അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ ഒരു പൊൻതൂവൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു സിനിമയെ വിശേഷിപ്പിക്കാം. അതിന് കാരണമുണ്ട്. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് അംഗീകാരം നേടുകയും കയ്യടി നേടുകയും ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. ഈ സിനിമ ആദ്യമായിട്ട് പ്രീമിയർ ചെയ്യുന്നത് ഈ കഴിഞ്ഞ മെയ്യിൽ നടന്ന ക്യാൻസ് ഫിലിം ഫെസ്റ്റിവലിലാണ്. അതുകൂടാതെ തന്നെ 1994 ശേഷം അവിടെ കോമ്പറ്റീഷനിൽ എൻട്രി ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യൻ ഫിലിമാണ്. ഈ ഫിലിമിന് അവാർഡും കിട്ടി, ഗ്രാൻഡ് പ്രിക്സ് അവാർഡ്. അപ്പൊ ഇത്രയധികം അംഗീകാരം നേടിയിട്ടും കയ്യടി നേടിയിട്ടും ഈ സിനിമയുടെ ഡയറക്ടർ ആയിക്കോട്ടെ, അഭിനേതാക്കളായിക്കോട്ടെ, ആരും തന്നെ ഇന്ത്യയിൽ ആഘോഷിക്കപ്പെട്ടില്ല, അംഗീകാരം കിട്ടിയില്ല. നമ്മുടെ മാധ്യമങ്ങളും വലിയ രീതിയിലൊന്നും ഈ വാർത്ത ആഘോഷിച്ചില്ല, അംഗീകരിച്ചില്ല. എന്തുകൊണ്ടാണ്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. കാരണം നമ്മുടേതൊരു മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റിയാണ്. ഈ സിനിമ എന്ന് പറയുന്നത്, സിനിമയുടെ ഡയറക്ടർ ഒരു സ്ത്രീയാണ്, മെയിൻ ക്യാരക്ടേഴ്സ് സ്ത്രീയാണ്. അതുകൂടാതെ തന്നെ ഈ സിനിമ എന്ന് പറയുന്നത് വുമൺ ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ഫിലിം ആയതുകൊണ്ട് തന്നെ വുമണ് അംഗീകാരം കിട്ടുകയും കയ്യടി കിട്ടുകയും അവാർഡ് കിട്ടുകയും ചെയ്യുന്നതൊന്നും തന്നെ നമ്മൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അത് കുറച്ചിലാണ് എന്ന് കരുതുന്നത് കൊണ്ട് തന്നെ നമ്മൾ അംഗീകരിച്ചില്ല. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ ഈ സിനിമ വല്ലാതെ അങ്ങ് ആഘോഷമായിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. ആ സിനിമയിലെ കഥയോ അഭിനേതാക്കളോ ആ സിനിമ തരുന്ന മെസ്സേജോ ഒന്നുകൊണ്ടും അല്ല ആ സിനിമ ആഘോഷമായത്. ഈ സിനിമയിലെ നായികയായിട്ടുള്ള ദിവ്യപ്രഭയുടെ ഒരു 18+ സീൻ, ഒരു ക്ലിപ്പ്, അത് ലീക്കായി. അതിൻ്റെ ലിങ്കിന് വേണ്ടിയിട്ടാണ് മലയാളികൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിത്തുള്ളി നടക്കുന്നത്. വേഴാമ്പലിനെ പോലെ കണ്ണിൽ എണ്ണ ഒഴിച്ച് തേടി നടക്കുവാണ് ലിങ്കിന് വേണ്ടിയിട്ട്. എങ്ങനുണ്ട്? അഭിമാനിക്കാൻ പറ്റുന്ന കാര്യമാണല്ലോ, സന്തോഷം തരുന്നൊരു കാര്യമാണല്ലോ. ഇത്രയധികം ആഘോഷിക്കപ്പെട്ട അവാർഡ് കിട്ടിയിട്ടുള്ളൊരു സിനിമയിൽ വേറെ എന്തൊക്കെയാണ്? അത് എന്ത് മീനിങ് ആണ് തരുന്നത്? എന്ത് മോട്ടിവേഷണൽ സബ്ജക്റ്റ് ആണ് അത്? സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള സബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ മെസ്സേജ് ആണ് സൊസൈറ്റിക്ക് തരുന്നത്? അല്ലെന്നുണ്ടെങ്കിൽ ആ ഡയറക്ടറിന്റെ ബ്രില്യൻസോ അഭിനേതാക്കളുടെ ബ്രില്യൻസോ അതൊന്നുമല്ല നമുക്ക് വേണ്ടതും, നമുക്ക് അറിയേണ്ടതും. അതിനകത്തെ ആ ക്ലിപ്പ്, 18+ സീൻ, ഇന്റിമസി സീൻ്റെ ക്ലിപ്പ്, അത് മാത്രം മതിയല്ലോ. ഇത് ലൈംഗിക ദാരിദ്ര്യമൊന്നുമല്ല, ആർത്തി മൂത്ത് വട്ടാകുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ്. ഇപ്പൊ ചില ആൾക്കാർ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരും. അവളുമാർക്ക് കാണിക്കാമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കണ്ടാൽ എന്താണ് കുഴപ്പം എന്ന് പറഞ്ഞുകൊണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു സിനിമയാണ്. ആ സിനിമയിൽ ജോലിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു സീൻ ചെയ്തത്. അല്ലാതെ ആരുടെയും ലൈംഗിക ദാരിദ്ര്യം ഇല്ലാതെയാക്കാനോ ലൈംഗികതയ്ക്ക് വേണ്ടിയിട്ടോ അല്ല അങ്ങനെ ഒരു സീൻ ചെയ്തത്. അതാദ്യം മനസ്സിലാക്കുക. മറ്റുള്ള ഈ ഹോളിവുഡിലൊക്കെ തന്നെ ഒരുപാട് ഇത്തരത്തിലുള്ള സീൻസ് ഉണ്ട്, ഇൻവോൾവ് ആയിട്ടുണ്ട്. അവരാരും തന്നെ, അവിടുത്തെ ആണുങ്ങളാരും തന്നെ ഇങ്ങനെ ആ നടിമാരുടെ പുറകെ ലിങ്ക് തരുമോ എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നില്ല. ഇത്രയും നാണം കെട്ട ജനങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. ഇനി ആദ്യം ചോദിച്ചൊരു ന്യായീകരണം നിങ്ങൾ ചോദിച്ചുകൊണ്ട് വരുമല്ലോ, അവർ കാണിച്ചത് കൊണ്ടല്ലേ എന്ന്. കാണിക്കുന്നതിൻ്റെ പുറകെ മാത്രമാണോ നിങ്ങൾ പോകാറുള്ളത്? ഞാൻ ഒറ്റ കാര്യം പറയാം. ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് ഇതിനകത്ത് കൃത്യമായിട്ടൊരു മറുപടി പറയാം. നല്ല രീതിയിൽ എക്സ്പോസ് ചെയ്യാത്ത വസ്ത്രങ്ങൾ ധരിക്കാത്ത സ്ത്രീകൾ, സോഷ്യൽ മീഡിയയിലൊക്കെയുള്ള സ്ത്രീകളോട് ചോദിച്ചാൽ മതി. ഒന്ന് കാണിച്ചു തരാമോ എന്നുള്ള കമൻറ്റ് ഫേസ് ചെയ്യാത്ത ഒരു സ്ത്രീകളും കാണത്തില്ല. എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 2-3 ലൈവ് വന്നിട്ടുണ്ട്. ഈ ലൈവിൽ തന്നെ ചില അവന്മാർക്ക് കടി മൂത്തിട്ട് എന്നോട് ചോദിക്കുന്നുണ്ട്, ഒന്ന് കാണിച്ചു തരാമോ? ഞാൻ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന വ്യക്തിയല്ല, വളരെ മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കുന്നതാണ്. എന്നിട്ട് ഞാൻ ആ ചോദ്യം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കാണിക്കുന്നതിനെക്കാട്ടിലും മറച്ചു വെക്കുന്നതിനോടാണ് മലയാളികൾക്ക് കുറച്ചും കൂടി താല്പര്യം കൂടുന്നത്. അപ്പോൾ മലയാളികളുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള സ്വഭാവമാണ് നാണം കെട്ട സ്വഭാവം. ഇത്രയും വൃത്തികെട്ട തരംതാണ സംസ്കാരമില്ലാത്ത ആൾക്കാർ നമ്മുടെ ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഈ ലിങ്ക് തേടി നടക്കുന്നവരുടെ കൂട്ടത്തിൽ എല്ലാ ഏജിലായിട്ടുള്ള ആൾക്കാരും പെടും കേട്ടോ. ടീനേജേഴ്സും യുവാക്കളും മധ്യവയസ്കരും വയസ്സന്മാരും എല്ലാവർക്കും അങ്ങ് സൂക്കേട് മൂത്ത് കിടക്കുവാണല്ലോ ഇവിടെ. സംസ്കാര സമ്പന്നരാണ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികളുടെ യഥാർത്ഥ ഇമേജാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിലൊക്കെ ഇപ്പം ഇത് അറിഞ്ഞു കാണും.
എന്തൊരു നാണക്കേടാണ്. ഒരല്പം മര്യാദ, ഒരല്പം റെസ്പെക്റ്റ് കാണിക്കുക. സ്ത്രീകളെ വെറും ലൈംഗിക ഉപകരണം മാത്രമായിട്ട് കാണുന്ന ഇത്രയും വൃത്തികെട്ട ആണുങ്ങൾ നമ്മുടെ നാട്ടിൽ മാത്രമേ കാണത്തുള്ളൂ. എല്ലാവരെയും അല്ല ഞാൻ പറയുന്നത്, ഇനി എല്ലാവരെയും പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട. ഓൾമോസ്റ്റ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ്, ഈ രീതിയിൽ ചിന്തിക്കുന്നവരാണ്. അപ്പൊ ഇനിയെങ്കിലും മലയാളികൾ സംസ്കാര സമ്പന്നരാണ്, ഏതോ എന്താ പറയുക, മറ്റുള്ള മനുഷ്യരെക്കാട്ടിൽ എന്തോ വലിയ മനുഷ്യരാണ് എന്നുള്ള ചിന്ത ഇനിയെങ്കിലും മലയാളികൾക്കിടയിൽ നിന്ന് ഒഴിവാക്കിയ നല്ലതാ. ഒരു രീതിയിലുള്ള സംസ്കാരവും ഇല്ല മലയാളികൾക്ക്.